ആ സെൻറ്റൻസ് എങ്ങനെയാണ്? ലിറ്റിൽ ഡിഡ് ഹിസ് മദർ തിങ്ക് വെൻ ഷീ ബിഹെൽഡ് ഹെർ ന്യൂ ബോൺ ബേബ് that the boy was destined to explain many matters which had been a mystery ever since the creation of the world. ഈ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്ന് വരെ അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കുട്ടിക്കാണ് താൻ ജന്മം നൽകിയതെന്ന് ആ മാതാവ് ഒരിക്കലും കരുതിയിട്ടുണ്ടാവുകയില്ല. സർ ഐസക് ന്യൂട്ടനെ സംബന്ധിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതുപോലെ ലോകഭാഷയായ ഇംഗ്ലീഷ് സ്വായത്തമാക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ സ്വന്തമാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ഇംഗ്ലീഷ് ബേസിക്സ് ആണ്, രണ്ടാമത്തെ കാര്യമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻസി, മൂന്നാമത്തേതാണ് ഇംഗ്ലീഷ് ആക്സെൻറ്റ്. ഇംഗ്ലീഷ് ഫ്ലുവൻസി സ്വന്തമാക്കുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങളെ നമ്മൾ പ്രധാനമായും 2 രീതികളിലാണ് സമീപിക്കുന്നത്. ഒന്ന്, എന്താണ് യഥാർത്ഥ ഫ്ലുവൻസി? നമ്മുടെ മാതൃഭാഷ ഒഴുക്കോടുകൂടി സംസാരിക്കാൻ സ്വായത്തമാക്കുന്ന സ്വാഭാവിക രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അന്യഭാഷകൾ, പ്രത്യേകിച്ച് അന്യഭാഷകളിലൊന്നായ ഇംഗ്ലീഷ്, ലോകഭാഷയായ ഇംഗ്ലീഷ് സ്വന്തമാക്കുമ്പോൾ 2 തലങ്ങളിലൂടെ വേണം ഇംഗ്ലീഷ് ഫ്ലുവൻസി ഓക്കെ ആക്കാൻ. ഒന്ന്, ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ തിയറി പാർട്ട് എന്ന രൂപത്തിൽ മനസ്സിലാക്കിയെടുക്കുക. മറ്റൊന്ന്, പൂർണ്ണമായും ആ കഴിവ് നേടിയെടുക്കാൻ ആവശ്യമായ കണ്ടിന്യൂസ് പ്രാക്ടീസാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാവും, ഇംഗ്ലീഷ് ഫ്ലുവൻസി നേടിയെടുക്കാൻ എന്തിനാണ് തിയറി? നേരിട്ട് പ്രാക്ടീസ് ചെയ്താൽ പോരെ? ആ സംശയത്തിൻ്റെ അടിസ്ഥാനമില്ലാതെയില്ല. എന്നാൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, ഒന്ന്, നമ്മുടെ മാതൃഭാഷ ഒഴുക്കോടുകൂടി കൈകാര്യം ചെയ്യാൻ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക രീതി മാത്രമാണ് പ്രാക്ടീസ്. എന്നാൽ ലോകഭാഷ പോലുള്ള ഇംഗ്ലീഷ് സ്വന്തമാക്കുമ്പോൾ അത്യാവശ്യം അതിനെ സംബന്ധിക്കുന്ന, ഫ്ലുവൻസിയെ സംബന്ധിക്കുന്ന അടിസ്ഥാന ആശയങ്ങളും കൂടെ, പ്രത്യേകിച്ച് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളും കൂടെ മനസ്സിലാക്കി പരിശീലിക്കുന്നതായിരിക്കും ഒരു കൺസിസ്റ്റൻറ്റ് റിസൾട്ട് ഉറപ്പുവരുത്താൻ സഹായിക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട 4 ബേസസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ ഒരു വ്യക്തിയുടെ ഭാഷ ഒഴുക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ 4 പ്രധാനപ്പെട്ട കഴിവുകൾ എക്സ്പ്രസിബിൾ ആക്കി തീർക്കുന്ന അടിസ്ഥാനങ്ങളാണ് അവ. അതിൽ ഒന്നാമത്തെ കാര്യം ക്വാളിറ്റി ആണെങ്കിൽ, രണ്ടാമത്തെ കാര്യം എബിലിറ്റിയാണ്, മൂന്നാമത്തെ കാര്യമാണ് ഇൻറ്റൻസിറ്റി, നാലാമത്തെ കാര്യം ഡിസൈറബിലിറ്റി. ഈ 4 പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ക്ലാസ്സാണ് ഇതിന് തൊട്ട് മുമ്പേ നൽകിയിട്ടുള്ളത്. ആ ക്ലാസ്സും കൂടെ കണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടെ ഈ ക്ലാസ് ഉപയോഗപ്രദമാക്കാൻ സഹായകരമാകുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ തിയറിയിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഫ്ലുവൻസി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്
ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രാക്ടീസ് ലെവലിലേക്ക് പോകുന്നതായിരിക്കും ഗുണകരമാവുക. അതുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ പ്രധാനപ്പെട്ട 4 റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. 1. ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പീച്ച് ഓർഗൻസ്. ഭാഷ പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായി ഭാഷ ഒഴുക്കോടുകൂടി സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കിയെടുക്കേണ്ടതും പ്രായോഗികമാക്കേണ്ടതുമായ ശാസ്ത്രീയ വശമാണ് ഈ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പീച്ച് ഓർഗൻസ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് പോലുള്ളൊരു ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് തിങ്കിങ് ആണ്, മറ്റൊന്ന് സ്പീക്കിംഗ് ആണ്. അപ്പോൾ തിങ്കിങ് ആൻഡ് സ്പീക്കിംഗ് ഈ 2 പ്രോസസ്സിൻ്റെ ലോജിക്കൽ കണക്ഷനാണ് യഥാർത്ഥത്തിൽ ബ്രെയിനും സ്പീച്ച് ഓർഗൻസും തമ്മിലുള്ള കണക്ഷൻ. അതുകൊണ്ട് നാം ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സെൽഫ് എഡിറ്റിംഗ് നടത്തുന്നത് ഗുണകരമാകും. അതോടൊപ്പം തന്നെ അത് സ്പീച്ച് ഓർഗൻസിലൂടെ വാക്കുകളുടെ വിഭാഗങ്ങളും വാചകങ്ങളും വാക്യങ്ങളും ഒക്കെയായി പുറത്തേക്ക് വരാൻ ഈ സയൻറ്റിഫിക് പ്രോസസ്സ് ഓട്ടോമാറ്റിക് ആയി നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എന്താണ് ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പീച്ച് ഓർഗൻസ് കൊണ്ടുള്ള റിസൾട്ട് ഇതാണ്. വളരെ കൃത്യമായി തിങ്കിങ്ങും അതുപോലെ തന്നെ സ്പീക്കിങ്ങും നമ്മളിൽ ഒരേ സമയത്ത് നടക്കും. അങ്ങനെ വളരെ ഒഴുക്കോടുകൂടി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ സൂചിപ്പിക്കാം. ഞാൻ ഇതിനിടെ വായിച്ച ഒരു ആർട്ടിക്കിളിൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടനെ പരിചയപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിളിൽ നഥാനിയൽ ഹാത്തോൺ എന്ന പേരുള്ള അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ്റെ ആർട്ടിക്കിളിലാണ് സർ ഐസക് ന്യൂട്ടനെ പരിചയപ്പെടുത്തുന്ന വരികൾ തുടക്കത്തിൽ കൊടുത്തത്. ആ വരി ഇങ്ങനെയാണ്. വരികൾ എന്ന് പറഞ്ഞുകൂടാ, കുറേ വാക്കുകൾ ചേർത്തുകൊണ്ടുള്ള ഒറ്റ വാചകമാണത്. ദീർഘമായൊരു വാചകം. സത്യത്തിൽ ആ വാചകം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി നോക്കാതെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ലോജിക്കൽ കണക്ഷനാണ്. ആ സെൻറ്റൻസ് എങ്ങനെയാണ്? ലിറ്റിൽ ഡിഡ് ഹിസ് മദർ തിങ്ക് വെൻ ഷീ ബിഹെൽഡ് ഹെർ ന്യൂ ബോൺ ബേബ് that the boy was destined to explain many matters which had been a mystery ever since the creation of the world. ഈ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്ന് വരെ അജ്ഞാതമായി കിടക്കുന്ന ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കുട്ടിക്കാണ് താൻ ജന്മം നൽകിയതെന്ന് ആ മാതാവ് ഒരിക്കലും കരുതിയിട്ടുണ്ടാവുകയില്ല. സർ ഐസക് ന്യൂട്ടനെ സംബന്ധിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. സത്യത്തിൽ ന്യൂട്ടനെക്കുറിച്ച് ചിന്തിക്കുന്നു, തിങ്കിങ്. അതേസമയത്ത് വാക്കുകൾ സ്പീച്ച് ഓർഗൻസിലൂടെ എക്സ്പ്രസിബിളായി മാറുന്നു. ഇതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന രൂപത്തിൽ സൂചിപ്പിക്കുന്നത്. ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ സ്പീച്ച് ഓർഗൻസ് ആൻഡ് അവർ ബ്രെയിൻ, ഓർ ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഹ്യൂമൻ സ്പീച്ച് ഓർഗൻസ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട റിക്വയർമെൻ്റാണ്, അനിവാര്യതയാണ്, അലോക്കേഷൻ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ഫ്രം ദ ബ്രെയിൻ ടു ദ സ്പീച്ച് ഓർഗൻസ്. പലപ്പോഴും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച്
ചിന്തിക്കാറേയില്ല. ഇത് സ്വാഭാവികമായും ഒഴുക്കോടുകൂടി ഒരു ഭാഷ സംസാരിക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്ന ശാസ്ത്രീയമായ ഒരു പ്രക്രിയയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ കഴിവ് സ്വായത്തമാക്കാൻ സഹായകരമാകും. എന്താണ് അലൊക്കേഷൻ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പീച്ച് ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നാം ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളുടെ വേഗതയും വേഗതക്കുറവും. ഇംഗ്ലീഷ് പോലുള്ള ലോകഭാഷയിൽ സൗണ്ട് മോഡുലേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റൈസിങ് ആൻഡ് ഫാളിങ് ടോൺ വരുന്നത് അത് ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ അളവിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലൂടെ സംഭവിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഡ്രമാറ്റിക് എക്സ്പ്രഷൻസ് നടത്താം നമ്മൾ ഫ്ലുവൻ്റ് ആണെങ്കിൽ. അവിടെ ഈ റൈസിങ് ആൻഡ് ഫാളിങ് ടോൺ അല്ലെങ്കിൽ ഇൻറ്റോണേഷൻ ലഭ്യമാകും. ചില സിനിമാ നടന്മാരുടെ സംഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ സിനിമകളിൽ പ്രത്യേകിച്ച് സത്യൻ മാസ്റ്റർ, നസീർ, ആക്ഷൻ ഹീറോ ആയ ജയൻ തുടങ്ങിയവരുടെ സംഭാഷണ ശൈലികൾ വ്യത്യസ്തമാണ്. അവരുടെ സംസാരങ്ങളിലെ ഒഴുക്ക് വ്യത്യസ്തമാണ്. അക്കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ചിലർ വളരെ സ്പീഡിൽ പറയും, ചിലവർ സൗണ്ട് മോഡുലേറ്റ് ചെയ്തുകൊണ്ട് പറയും. ഇപ്പോൾ സിനിമാ നടൻ ജയനൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ശബ്ദം അതുപോലെ അനുകരിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ ആ ശൈലി ഒന്ന് അനുകരിക്കുകയാണ്. ഒരു പെരുമ്പാമ്പിനെ കിട്ടിയിരുന്നെങ്കിൽ ബെൽറ്റാക്കമായിരുന്നു. ഇത് ഇപ്പോൾ മിമിക് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ ഈ ശാസ്ത്രീയമായ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ അവരുടെ ശബ്ദത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ there will be a comfortable flow of blood or circulation of blood from our brain to the speech organs. The first one, the logical connection between the brain and the speech organs for thinking and speaking fluently. Second one, allocation of blood circulation from the brain to the speech organs to regulate our sound for sound modulation. Third one, continuous effort or practice of certain language exercises to ensure English fluency. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പ് നൽകുന്ന പ്രാക്ടീസ് ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൻ്റെയും ഈ ക്ലാസ്സിൻ്റെയും തുടർന്ന് വരുന്ന തിയറിയെ സംബന്ധിക്കുന്ന ക്ലാസ്സിൻ്റെയും ക്രമീകരിച്ചുകൊണ്ടുള്ള പഠനം അഥവാ മനസ്സിലാക്കൽ നിങ്ങൾ നടത്തണം. അതിലൂടെ ആണ് എന്നേക്കുമായി ഇംഗ്ലീഷ് ഫ്ലുവൻസി എന്ന കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക് ചില സെലക്റ്റഡ് ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളൊക്കെ കോമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടിലൂടെയും തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി
വലിയൊരു പ്രചോദനമായി ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക് കണക്കാക്കുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. ഇതിനു മുമ്പെയുള്ള ക്ലാസ്സുകളൊക്കെ ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്ത് അടുത്ത ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുക. ഇക്കാര്യം ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും കാൻഡിഡേറ്റും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എഫേർട്ടാണ്. അതാണ് നമ്മൾ പ്രാക്ടീസ് എന്ന പേരിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് എഫേർട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓർ പ്രാക്ടീസ് ഇംഗ്ലീഷ്, making use of different situational conversations and presentations. സംഭാഷണങ്ങളിലൂടെ, ടോപ്പിക് പ്രസൻറ്റേഷനിലൂടെ, സ്പീച്ച് പ്രാക്ടീസിലൂടെ, ഡയലോഗ് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഫ്ലുവൻസി ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ തുടർച്ചയായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെപ്യൂട്ടേഷൻ റിസൾട്ട് ഒരു ലാംഗ്വേജ് ലേണർക്ക് ലഭ്യമാകുകയും അത്ഭുതകരമായ വിധത്തിൽ ആ ലാംഗ്വേജ് ലേണർ തുടർന്ന് ഇംഗ്ലീഷ് ഒഴുക്കോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഏതൊരാളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന 3 പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ്സ് ആണ്. അവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ 1 by 1 ആയിട്ടുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കുവാനുള്ള പ്രചോദനം എന്ന രൂപത്തിൽ ഈ ക്ലാസ്സും തുടർന്ന് കാണുക. ഇന്നത്തെ ക്ലാസ് നിരീക്ഷിച്ച എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പരിശീലന ആശംസകൾ അറിയിച്ചുകൊണ്ട് വിട പറയുന്നു. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.